ഈ മ്യൂസിക്കൽ ഇൻഡസ്ട്രിയിൽ എൻ്റെ ഒരു ഗുരുനാഥൻ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു ഓപ്പണിംഗ് എന്നിലെ എൻ്റെ കഴിവ് കണ്ടറിഞ്ഞ് അത് എനിക്ക് പ്രൊമോട്ട് ചെയ്യാനൊരു അവസരം എനിക്ക് ഒരുക്കി തന്നത് എൻ്റെ സുഹൃത്തായ നൗഷാദാണ്. അദ്ദേഹത്തിൻ്റെ വീട് തിരൂരാണ്. അദ്ദേഹം വളരെ നാളുകളായിട്ട് തന്നെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം യാദൃച്ഛികമായിട്ട് എൻ്റെ സുഹൃത്ത് മുഖാന്തരം എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റുകയും എൻ്റെ ഒരു പാട്ട് അദ്ദേഹത്തിന് എനിക്ക് പാടി കൊടുക്കാൻ പറ്റുകയും ചെയ്തു. ആ ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം വളരെയധികം ഇമ്പ്രസ്ഡ് ആവുകയും ആ പാട്ട് ഞാൻ ആദ്യം പാടി കൊടുത്ത ആ പാട്ട് തന്നെ ഒരു വിത്തിൻ 2 വീക്സ് 2 ആഴ്ചക്കുള്ളിലായിട്ട് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുകയും അതിൻ്റെ റെക്കോർഡിംഗ് എടുക്കുകയും അത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഷൂട്ടിംഗ് എടുത്ത് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ റിലീസ് ചെയ്യാൻ സാധിച്ചിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു മ്യൂസിക്കൽ ഇൻഡസ്ട്രിയെ പറ്റി പറയുകയാണെങ്കിൽ, കാരണം വളരെ ശരിക്കും നല്ല ശക്തമായ രീതിയിലുള്ള നമുക്ക് നല്ല നല്ല അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല വഴി തുറന്നു തരുന്ന അർത്ഥവത്തായ ഒരുപാട് നല്ല നല്ല ഭക്തിഗാനങ്ങൾ ഇന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ മറ്റ് പാട്ടുകൾക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു അടിപൊളി ഒരു മ്യൂസിക്കൽ ആൽബത്തിന് അല്ലെങ്കിൽ ഒരു ഫിലിം സോങ്ങിന് കിട്ടുന്നൊരു പ്രൊമോഷൻ ഈ ഡിവോഷണൽ സോങ്സിന് കിട്ടാത്ത എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മീഡിയാസിൻ്റെ കവറേജ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മീഡിയാസ് ഇതിന് വേണ്ടി ഡിവോഷണൽ സോങ്സിന് വേണ്ടി തന്നെ ഉള്ള ഒരു ടെലിവിഷൻ പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും നല്ല പ്രോഗ്രാംസ് നടത്തി ഇത്തരത്തിലുള്ള ഗാനങ്ങളും കുറച്ച് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നല്ലൊരു മാറ്റം ഇതിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു പാട്ട് കാരണം വെച്ചാൽ എനിക്കിത് എന്നെ വളരെയധികം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊരു പാട്ട്, ഗാഗുൽത്താൻ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേട്ടു, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഈ പാട്ട് ശരിക്കും നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചറിയേണ്ട ഒരുപിടി നല്ല നല്ല ഫീലിങ്സ് നമുക്ക് തരുന്ന അർത്ഥവത്തായൊരു പാട്ടാണ്. എൻ്റെ ഇഷ്ടഗാനങ്ങൾ ഇനിയും ഒട്ടനവധിയുണ്ട്. ഒരുപിടി നല്ല നല്ല ഗാനങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ താലോലിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയൊരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ നല്ല നല്ല ഗാനങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തും. ഡിവൈൻ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.